മലപ്പുറം വണ്ടൂർ നടുവത്ത് യുവാവിന്റെ മരണം നിപ ബാധിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 151 പേരാണ് മരിച്ച യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരെയെല്ലാം ഐസൊലേറ്റ് ചെയ്തെന്നും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. KT സ്വാലിഹ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാലിഹ, മുൻപ് തന്നെ ഇവിടുത്തെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം കൂടി പോസിറ്റീവ് ആകുമ്പോൾ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ആരോഗ്യവകുപ്പിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ? ആരോഗ്യവകുപ്പ് ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, മുൻകരുതൽ നടപടികളെല്ലാം തന്നെ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. കോഴിക്കോട് നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവ് ആയപ്പോൾ തന്നെ ഈ പ്രദേശത്ത് വേണ്ട മുൻകരുതലുകളെല്ലാം ആരംഭിച്ചിരുന്നു. സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും ചെയ്തിരുന്നു. 151 പേരാണ് പ്രാഥമികമായി പട്ടികയിലുള്ളത്. ഈ സുഹൃത്തുക്കളോടൊപ്പം ചില യാത്രകൾ ഇയാൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 4 ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ളവരെ എല്ലാം തന്നെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. 5 പേർക്കാണ് പ്രാഥമികമായി ചില രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പനിയാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഈ 5 പേരുടെയും സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ഈ പ്രദേശത്ത് വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 16 കമ്മിറ്റികൾ, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള 16 കമ്മിറ്റികൾ, വിവിധ വകുപ്പുകളുടെ എല്ലാം മേൽനോട്ടത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവാവ് 24 വയസ്സുകാരനാണ്, നടുവത്ത് സ്വദേശിയാണ്, ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ്. പനിയായാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നത്. അതിനുശേഷം പിന്നീട് തിരിച്ചുപോയി കാലിന് അപകടം പറ്റി വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു. മഞ്ഞപ്പിത്തമാണ് പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്നാണ് ആശുപത്രികളിലെല്ലാം എത്തിയിരുന്നത്. പക്ഷേ പിന്നീട് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കണ്ടെത്തോടെയാണ് ഡോക്ടർമാർക്ക് നിപ സംശയമുണ്ടായി പരിശോധിക്കുന്നത്. കോഴിക്കോട്ട് നടത്തിയ പരിശോധനയിൽ തന്നെ പോസിറ്റീവ് ആയിരുന്നു. ഇന്നാണ് പൂനെയിൽ നിന്നുള്ള ഫലം, ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. സ്വാലിഹ, ഈ രോഗത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശങ്കയായി നിൽക്കുന്നത്. യുവാവിനൊപ്പം മറ്റാരെങ്കിലും ആ നിലയിൽ ഈ ഉറവിടമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം. അതിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം, കണ്ടെത്തൽ ഇപ്പോൾ എങ്ങനെയാണ്? പ്രാഥമികമായി ഇപ്പോൾ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. നമുക്കറിയാം, 2 മാസം മുൻപ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ചിരുന്നു. ഒരു 14 വയസ്സുകാരൻ മരിച്ചിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാറിയാണ് നടുവത്ത് എന്ന സ്ഥലം ഉള്ളത്. ഈ പ്രദേശത്ത് നിന്നാണോ ഇത്തരത്തിൽ ഇങ്ങനെ ഈ രോഗബാധ ഉണ്ടായത് എന്നൊരു സംശയം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ യുവാവിന് പനി ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെവിടെ നിന്നെങ്കിലും പുറത്തു നിന്ന് വന്നപ്പോൾ തന്നെ നിപ ഉണ്ടായിരുന്നു എന്നൊരു സംശയവും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സമ്പർക്ക പട്ടികയിലുള്ള ഏതാണ്ട് മുഴുവൻ പേരെയും ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതായത് നേരിട്ട് ഇയാളുമായി സമ്പർക്കമുള്ളവരെയാണ് ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4 ആശുപത്രിയിലെ ഈ സമയത്ത് ഇയാളെ ചികിത്സിച്ച ആളുകൾ, ആ സമയത്ത് ആശുപത്രിയിൽ എത്തിയ ആളുകൾ, അവരെ എല്ലാം തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 പേരുടെ സ്രവ പരിശോധന, അതിൽ അവർക്ക് ഇനി ആർക്കെങ്കിലും രോഗബാധ സ്ഥിരീകരിച്ചാൽ മാത്രമേ കൂടുതൽ പേരെ ഐസൊലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നാണ് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഈ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്ന് DMO പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിപ ബാധിച്ചാണ് 24-കാരന്റെ മരണം എന്ന് സ്ഥിരീകരിക്കുകയാണ്.